അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകം മുതൽ 43 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യാസ ഉവാച ഏവം ബ്രുവന്തം ശുക്രം തോ വാക്യസന്ദിഗ്ധയാ ഗിരാ പ്രഹ്ലാദസ്തം തദോ വാചാ ഗൃഹീത്വാ ചരണൗ തദാ. പ്രഹ്ലാദ ഉവാച ഭാർഗവാദ്യ സമായാതാൻ യാജ്യാനസ്മാൻ തഥാതുരാൻ ത്യക്തും നാർഹസി സർവജ്ഞാ ത്വദ്ഹിതാൻ തനയാൻ ഹി നാ. ഗതേ ത്വയിതു മന്ത്രാർത്ഥം ശൈലൂഷേണ ദുരാത്മനാ ത്വദ്വേഷമധുരാലാപൈർവയം തേന പ്രവഞ്ചിതാം. അജ്ഞാനകൃതദോഷേണ നൈവം കുപ്യതി ശാന്തിമാൻ. സർവജ്ഞസ്ത്വം വിജാനാസി ചിത്തം ന പ്രവണം ത്വയി. ജ്ഞാത്വാ നസ്തപസാ ഭാവം ത്യജ കോപം മഹാമതേ. ബ്രുവന്തി മുനയഃ സർവേ ക്ഷണകോപാ ഹി സാധവാം. ജലം സ്വഭാവതഃ ശീതം വന്യാതപസമാഗമാൽ ഭവത്യുഷ്ണം വിയോഗാച്ച ശീതത്വമനുഗച്ഛതി. ക്രോധശ്ചാണ്ഡാലരൂപോ വൈ ത്യക്തവ്യഃ സർവഥാ ബുധൈ. തസ്മാദ്രോഷം പരിത്യജ്യ പ്രസാദം കുരു സുവ്രത. യദി ന ത്യജസി ക്രോധം ത്യജസ്യസ്മാൻ സുദുഃഖിതാൻ. ത്വയാ ത്യക്താ മഹാഭാഗ ഗമിഷ്യാമോ രസാതലം. വ്യാസ ഉവാച പ്രഹ്ലാദസ്യ വചഃ ശ്രുത്വാ
ഭാർഗവോ ജ്ഞാനചക്ഷുഷാ വിലോക്യ സുമനാ ഭൂത്വാ താനുവാച ഹസന്നിവ ന ഭേതവ്യം ന ഗന്ധവ്യം ദാനവാരസാതലം രക്ഷയിഷ്യാമി വോ യാജ്യാൻ മന്ത്രൈരവിദധൈ കില ഹിതം സത്യം ബ്രവീമ്യദ്യ ശൃണുധ്വം തത്തു നിശ്ചയം വചനം മമ ധർമ്മജ്ഞ ശ്രുതം യദ്ബ്രഹ്മണ പുരാ അവശ്യം ഭാവിനോ ഭാവാ പ്രഭവന്തി ശുഭാശുഭാ ദൈവം ന ചാന്യഥാ കർത്തും ക്ഷമ കോപി ധരാതലേ അദ്യ മന്ദബലായൂയം കാലയോഗാദ സംശയം ദേവൈർജിത സകൃച്ചാപി പാതാളം പ്രതിപൽസ്യധാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ ശ്രീ മഹാകാള്യൈ നമഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാടി ഭാഷാഗാനമായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ഈ വിധത്തിൽ ശുക്രാചാര്യർ സംസാരിച്ച സമയത്തോ പ്രഹ്ലാദനോ കാൽക്കൽ വീണു ഏവം പറഞ്ഞു. പ്രഹ്ലാദൻ പറഞ്ഞു, ആതുരരായി വന്ന തവ ശിഷ്യരെ ഉപേക്ഷിക്കൊല്ലേ, അവിടുത്തെ ഹിതകാംക്ഷി മക്കൾ ഞങ്ങളും. മന്ത്രസിദ്ധിക്കായി ഭവാൻ പോയ കാലം നാട്യക്കാരൻ മായ കാട്ടി ഞങ്ങളെയും വഞ്ചിച്ചുവല്ലോ. അറിയാതെ ചെയ്ത തെറ്റുപോറുത്തു കോപമകറ്റു. അങ്ങയില്ലാസക്തർ ഞങ്ങൾ അറിയുന്നില്ലേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. തപോബലം കൊണ്ടു ഞങ്ങൾ തൻ്റെ മനം അറിയണം. സജ്ജനങ്ങൾ തൻ കോപം ക്ഷണമാത്ര തന്നെ. തണുപ്പുള്ള ജലത്തിലോ ചൂടും തീയുമേറ്റിടുമ്പോൾ തപിക്കുന്നു, അതു പോയാൽ തണുത്തിടുന്നു. ബുദ്ധിയുള്ളോർ കോപത്തിനെ ചണ്ടാളൻ പോൽ വിട്ടിടേണം. സുവ്രതാ കോപം വെടിയൂ പ്രസാദിക്കേണേ. അങ്ങു കോപം വെടിഞ്ഞില്ല എങ്കിൽ ദുഃഖിതരാം ഞങ്ങൾ. രസാതലം തേടിപ്പോകും നിശ്ചയം തന്നെ. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു,
പ്രഹ്ലാദവാണിയെ കേട്ടു ശുക്രൻ ജ്ഞാനചക്ഷുസിനാൽ ദൈത്യസ്ഥിതി അറിഞ്ഞേറെ സന്തുഷ്ടനായി. ഭയം വേണ്ട, രസാതലം തേടിപ്പോകുകയും വേണ്ട. ശിഷ്യരാം നിങ്ങളെ മന്ത്രത്താലെ രക്ഷിക്കാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഹിതവും സത്യവുമായ കാര്യം ഞാനും പറഞ്ഞിടാം. തെറ്റില്ലാത്ത വാക്കാണിത് ബ്രഹ്മവാണി താൻ. ശുഭാശുഭം സംഭവിക്കും കാലത്തിനു ചേർന്ന പോലെ. വിധി നിയോഗം തടുക്കാൻ ആർക്കുമാകില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദുർബലരാണല്ലോ നിങ്ങൾ, കാലക്കേടു തന്നെ ഹേതു. ദേവന്മാരുമായി തോറ്റു പാതാളമെത്തും. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, വാണീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരസപര്യ ഇന്ന് 374 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു 43-ാമത്തെ ശ്ലോകം വരെ. ഇവിടെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് എത്തുന്ന ദൈത്യ ദാനവ സംഘം പ്രഹ്ലാദനെ മുൻനിർത്തി ശുക്രാചാര്യര് വളരെ ക്രോധാവേശിതനായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ വേദവ്യാസം പറഞ്ഞു, ഏവം ബ്രുവന്തം ശുക്രം തു വാക്യസന്ദിഗ്ധയാഗിര. ഇത്തരത്തിൽ സംശയാസ്പദമായ സന്ദിഗ്ധമായ വാക്കുകളെ കൊണ്ട് ശുക്രാചാര്യർ ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോൾ പ്രഹ്ലാദസ്തം തദോവാച ഗൃഹീത്വാ ചരണൗ തദാ. പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ കാല് രണ്ടും ചേർത്തു പിടിച്ചിട്ട്
പറഞ്ഞു. പ്രഹ്ലാദൻ്റെ വാക്കുകളാണ് ഇനി നമ്മൾ ആ 7 ശ്ലോകങ്ങളിലൂടെ കേൾക്കണത്. പ്രഹ്ലാദൻ പറയുകയാണ്, ഭാർഗവാദ്യ സമായാതാൻ യാജ്യാനസ്മാൻ തഥാതുരൻ ത്യക്തും നാർഹസി സർവജ്ഞ ത്വദ്ഹിതാൻ തനയാൻ ഹിന. ഹേ ഭൃഗുപുത്ര ഭാർഗവ, അദ്യ ഇപ്പോ ഞങ്ങൾ വന്നേക്കണത് അങ്ങയുടെ ശിഷ്യന്മാര് ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ത്യക്തും നാർഹസി തഥാതുരാൻ, അല്ലാതെ വിഷമിച്ചിട്ട് സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നേക്കണത്. ഹേ സർവജ്ഞ, അങ്ങ് എല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങയുടെ ഹിതാനുവർത്തികളായ മക്കളാണ് ഞങ്ങൾ. ത്വദ്ഹിതാൻ തനയാൻ ഹിന. അപ്പോ ഗതേ ത്വയി തുമന്ത്രാർത്ഥം ശൈലൂഷേണ ദുരാത്മന, മന്ത്രസിദ്ധിക്ക് വേണ്ടി അങ്ങ് പോയപ്പോ നാട്യക്കാരനായ ദുരാത്മാവ് ദേവഗുരു ബൃഹസ്പതി ത്വദ്വേഷമധുരാലാഭൈർവയം തേന പ്രവഞ്ചിത, അങ്ങയുടെ വേഷത്തിൽ വന്ന് മധുരവാക്കുകളെ കൊണ്ട് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു. അജ്ഞാനകൃതദോഷേണ നൈവം കുപ്യതി ശാന്തിമാൻ, അറിയാതെ ചെയ്ത തെറ്റിന് ഞങ്ങളോട് ശാന്തചിത്തനായിരിക്കുന്ന അങ്ങ് ഇങ്ങനെ കോപിക്കരുത്. അങ്ങയിൽ ആസക്തചിത്തരാണ് ഞങ്ങളെന്ന് സർവജ്ഞനായിട്ടുള്ള അങ്ങയ്ക്ക് അറിയില്ലേ. സർവജ്ഞസ്ത്വം വിജാനാസി ചിത്തം ന പ്രവണം ത്വയി, അങ്ങയിലാണ് ഞങ്ങൾ പരിപൂർണമായി സമർപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ അറിയാതെ ചെയ്ത തെറ്റ് അങ്ങ് ക്ഷമിക്കില്ലേ? അറിയാതെ ചെയ്ത തെറ്റ് ശാന്തിമാന്മാരായിട്ടുള്ള ആളുകളെ, ശാന്തചിത്തരായിരിക്കുന്ന ആളുകളൊക്കെ ക്ഷമിക്കും. ജ്ഞാത്വാ നസ്തപസാഭാവം ത്യജകോപം മഹാമതേ, തപസ്സുകൊണ്ട് ഞങ്ങളുടെ മനോഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ തപശക്തി കൊണ്ട് അത് മനസ്സിലാക്കുക. എന്നിട്ട് കോപത്തെ വെടിയണേ. ബ്രുവന്തി മുനയ സർവേക്ഷണ കോപാഹി സാധവ, സജ്ജനങ്ങളുടെ കോപം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. മുനിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ജലം സ്വഭാവത ശീതം, ജലം എങ്ങനെയാണ്? സ്വാഭാവികമായി അതിന് തണുപ്പാണ് അല്ലേ? വന്യാതപസമാഗമൻ, തീയും വെയിലും ഏറ്റാൽ വന്യാതപം, വന്ഹി തപ്, അതേപോലെ തന്നെ ചൂട്. അപ്പോൾ അഗ്നി കൊണ്ടും വെയിലുകൊണ്ടും അത് ചൂടാവും. അത് പോയാലോ ഭവത്യുഷ്ണം വിയോഗാച്ചാശീതത്വമനുഗച്ഛതി, അത് പോയാൽ അത് വീണ്ടും തണുക്കുകയും ചെയ്യും. ഇതേപോലെയാണ് മഹാന്മാരുടെ മനസ്സ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുനിമാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങളുടെ കോപം അത്രേ ഉണ്ടാവുള്ളൂ. ക്ഷിപ്രകോപികളാണ് അവര്. പക്ഷേ അപ്പൊ തന്നെ അവർ തണുക്കുകയും ചെയ്യും. അവർ ശാന്തതയിലേക്ക് തിരിച്ചു വരും. ക്രോധശ്ചാണ്ഡാലരൂപോ വൈ ത്യക്തവ്യ സർവധാ ബുധൈ, കോപത്തെ ചണ്ടാളനെ പോലെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഉപേക്ഷിക്കണം അല്ലേ? അതുകൊണ്ട് കോപം വെടിഞ്ഞ് തസ്മാദ്രോഷം പരിത്യജ്യ, ആ രോഷത്തെ ഉപേക്ഷിച്ചിട്ട് പ്രസാദം കുരു സുവ്രത, ഹേ വ്രതനിഷ്ഠനായിരിക്കുന്ന സുവ്രതനായിരിക്കുന്ന അവിടുന്ന് ഞങ്ങളിൽ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യദി ന ത്യജസി ക്രോധം, അങ്ങ് ക്രോധം വെടിയുന്നില്ലെങ്കിൽ ത്യജസ്യസ്മാൻ സുദുഃഖിതാൻ, വളരെ ദുഃഖിച്ചിരിക്കുന്ന ഞങ്ങളെയും വെടിയുകയാണെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ച ഞങ്ങൾ രസാതലത്തിലേക്ക് പോവേണ്ടി വരും. ത്വയാ ത്യക്ത മഹാഭാഗ ഗമിഷ്യാമോ രസാതലം. ഇത് കേട്ട് വേദവ്യാസം പറയാണ്, പ്രഹ്ലാദസ്യ വച ശ്രുത്വാ ഭാർഗവോ ജ്ഞാനചക്ഷുഷാ, ജ്ഞാനചക്ഷുസ്സുകൊണ്ട് വിലോക്യ സുമനാഭൂത്വാ താനുവാച ഹസന്നിവ. പ്രഹ്ലാദന്റെ വാക്ക് കേട്ടു. പ്രഹ്ലാദൻ വളരെ കൃത്യമായി നല്ല ഭാഷയിലൂടെ പറഞ്ഞപ്പോ ജ്ഞാനചക്ഷുസ്സുകൊണ്ട്, ആ ജ്ഞാനനേത്രം കൊണ്ട് ദൈത്യന്മാരുടെ സ്ഥിതി അറിഞ്ഞ് വളരെ സന്തോഷിച്ചു, പുഞ്ചിരിച്ചു അദ്ദേഹം. താനുവാച ഹസന്നിവ, അവരോട് പറഞ്ഞു, ചിരിച്ചും കൊണ്ട് അവരോട് പറഞ്ഞു, നഭേതവ്യം ന ഗന്ധവ്യം ദാനവാവാ രസാതലം. ദാനവന്മാരെ, നിങ്ങൾ നഭേതവ്യം, നിങ്ങൾ പേടിക്കേണ്ട, ന ഗന്ധവ്യം, നിങ്ങൾ അവിടുന്ന് പോവുകയും വേണ്ട, പേടിക്കുകയും വേണ്ട, പോവുകയും വേണ്ട നിങ്ങളുടെ രസാതലത്തിലേക്ക്. രക്ഷയിഷ്യാമിയോ യാജ്യാൻ മന്ത്രൈരവിതധൈകില, നിങ്ങളെ ഞാൻ ശരിയായ മന്ത്രങ്ങളെ കൊണ്ട് സദാ സംരക്ഷിച്ചു കൊള്ളാം
ഹിതം സത്യം ബ്രവീമ്യദ്യ ശൃണുധ്വം തത്വനിശ്ചയം വചനം മമ ധർമ്മജ്ഞ ശ്രുതം യത് ബ്രഹ്മണപുര. ഹേ ധർമ്മജ്ഞരായിരിക്കുന്നവരെ, ഹിതവും സത്യവുമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അത് കേൾക്കുക. അത് തെറ്റില്ലാത്ത വാക്കാണെന്നാണ്. വചനം മമ ധർമ്മജ്ഞ ശ്രുതം യത് ബ്രഹ്മണപുര. പണ്ട് ബ്രഹ്മാവ് പറഞ്ഞതാണിത്. അങ്ങനെയാണ് ഞാനിത് കേട്ടത്. ഇത് ഹിതമാണ്, സത്യവുമാണ്. അതുകൊണ്ട് ഞാനത് പറയാം. നിങ്ങളത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ. അവശ്യം ഭാവിനോ ഭാവ പ്രഭവന്തി ശുഭാശുഭ. ശുഭമാണെങ്കിലും ശുഭമോ അശുഭമോ ശുഭാശുഭ അത് അവശ്യം സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇല്ലേ? സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. അപ്പം അതുകൊണ്ട് വിധിയോഗത്തെ മറ്റൊരു തരത്തിലാക്കാൻ ആർക്കും സാധിക്കില്ല. ഭൂമിയിൽ ആർക്കും സാധിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. ദൈവം ന ചാന്യഥാകർത്തും ക്ഷമക്കോപി ധരാതലെ. അപ്പൊ വിധിയോഗം, അതാണ് ആ ദൈവനിയോഗം. നമ്മളൊക്കെ പറയില്ലേ യോഗം, അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. അതൊന്ന് മാറ്റാൻ ആർക്കും സാധിക്കില്ല. അല്ലേ? കാലം ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രമായിട്ട് കാലചക്രം മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കൂ. അദ്യ മന്ദബലായൂയം കാലയോഗാദ സംശയം ദേവേർജിതാ സകൃച്ചാപി പാതാളം പ്രതിപത്സ്യഥ. ഇപ്പോ നിങ്ങൾ മന്ദബലായൂയം, നിങ്ങൾക്ക് ബലം കുറവാണ്, ശക്തി കുറവാണ്. അതിന് കാരണം എന്താ? കാലയോഗാദ സംശയം. കാലയോഗം കൊണ്ട് തന്നെയാണ്, കാലക്കേട് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ശക്തി കുറവ്. അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഒരു തവണ ദേവേർജിത സകൃച്ചാപി പാതാളം പ്രതിപത്സ്യഥ, നിങ്ങൾക്ക് ഒരിക്കൽ താഴേക്ക് പോണ്ടി വരും. അത് ഉറപ്പാണ്. കാലം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തവണ ദേവന്മാരോട് പരാജയപ്പെട്ടിട്ട് പാതാളത്തിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്ന ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.